ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് നമുക്ക് എസ് എ ടൈപ്പായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഷെയർസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്യൂ ഓഫ് ഷെയർസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ മെത്തേഡ്സ് ആണ്. അതാണ് മെയിനായിട്ട് ഓർക്കേണ്ട ഹെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് എ പ്രോസസ് വെയർ എ കമ്പനി അലോട്ട്സ് ന്യൂ ഷെയർസ് ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേഷൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് എ പ്രോസസ് വെയർ എ കമ്പനി അലോട്ട്സ് ന്യൂ ഷെയർസ് ഇൻഡിവിജ്വൽസ് ഓർ കോർപ്പറേറ്റേഴ്സ്. അപ്പോൾ എന്തോ പറഞ്ഞിരിക്കുന്ന, ഒരു കമ്പനി വ്യക്തികൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ പുതിയ ഷെയറുകൾ അനുവദിച്ച് നൽകുന്ന പ്രോസസ്സാണിത്. ഒരു കമ്പനി വ്യക്തികൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ പുതിയ ഷെയറുകൾ അനുവദിച്ച് നൽകുന്ന പ്രോസസ്സാണിത്. ദ മെയിൻ മെത്തേഡ്സ് ഇൻക്ലൂഡ്. ഇതിന്റെ പ്രധാന മെത്തേഡ്സുകൾ താഴെ പറയുന്നവയാണ്. നമ്മൾ ഓരോന്നും നോക്കാൻ പറ്റുന്നത്. അത് പ്രധാനമായിട്ട് വരുന്ന എന്തൊക്കെയാണ്? 1 പബ്ലിക് ഇഷ്യൂ, 2 പ്രൈവറ്റ് പ്ലേസ്മെന്റ്, 3 ഇഷ്യൂ ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്, 4 ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, ലാസ്റ്റ് 1 കോമ്പോസിറ്റ് ഇഷ്യൂസ്. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലായല്ലോ? അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാന്ന് പറഞ്ഞു? പബ്ലിക് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ഇഷ്യൂ ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്, ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് ഇഷ്യൂ. ഇത് നമുക്ക് ഓരോന്ന് ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ഡീപ്പായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണുള്ളൊരു കുറച്ചൊരു ഇതാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നോക്കാം. എന്താണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇൻക്ലൂഡ്സ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതിനെ IPO എന്ന് പറയാം, ആൻഡ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് FPO. അപ്പൊ പബ്ലിക് ഇഷ്യൂനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്ന? ഇനിഷ്യൽ പബ്ലിക് ഓഫറും ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഇതെന്താ നമ്മൾ ഓരോന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന, എന്താ പബ്ലിക് ഇഷ്യൂ പറഞ്ഞത്? പൊതുജനങ്ങൾക്ക് ഷെയറുകൾ നൽകുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് IPO, FPO. എന്താണ് IPO എന്ന് പറഞ്ഞാൽ? ഇനിഷ്യൽ പബ്ലിക് ഓഫറും FPO എന്ന് പറഞ്ഞതാണ് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഇത് രണ്ടുമാണ് പൊതുജനങ്ങൾക്കായിട്ടുള്ള ഷെയറുകൾ നൽകുന്നത്. ഇനി രണ്ടാമതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അതിനകത്ത് എന്തോ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് സെക്യൂരിറ്റീസ് ടു എ പ്രീ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റാദർ ദാൻ ഓൺ ദി ഓപ്പൺ മാർക്കറ്റ്. സെല്ലിംഗ് സെക്യൂരിറ്റീസ് ടു എ പ്രീ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റാദർ ദാൻ ഓൺ ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് പൊതുവിപണിയിൽ വിൽക്കുന്നതിന്, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് പൊതുവിപണി അല്ലെ, പൊതുവിപണിയിൽ വിൽക്കുന്നതിന് പകരം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഒരു കൂട്ടം നിക്ഷേപകർക്ക് ഷെയറുകൾ നൽകുന്നു. ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നതിന് പകരം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഒരു കൂട്ടം നിക്ഷേപകർ ഉണ്ടാവുന്നു. ആ കൂട്ടർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഷെയറുകൾ നൽകുന്നു. അതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് അത് പറയുന്നത്. ഇനി മൂന്നാമതാണ് ഇഷ്യൂ ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്ലൂഡ്സ് ESOP ആൻഡ് സ്വീറ്റ് ഈക്വിറ്റി. അതായത് കമ്പനിയുടെ ഡയറക്ടർമാർക്കോ ജീവനക്കാർക്കോ ഷെയറുകൾ നൽകുന്നുണ്ട്. ഇതിനകത്ത് ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? ESOPയും സ്വീറ്റ് ഈക്വിറ്റി എന്നിവയാണ് ഉൾപ്പെടുന്നത്. അടുത്തത് എന്താണ്? ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് എക്സിസ്റ്റിംഗ് മീൻസ്? നിലവിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള അല്ലെ. അതിനകത്ത് എന്താ ഉൾപ്പെടുത്തിക്കുന്ന? റൈറ്റ് ഇഷ്യൂസ് ആൻഡ് ബോണസ് ഇഷ്യൂസ്. അതായത് ഓൾറെഡി ഉള്ള നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതാണ്. അത് ഉൾപ്പെടുന്നതാണ് റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ. ലാസ്റ്റ് പറഞ്ഞാണ് കോമ്പോസിറ്റ് ഇഷ്യൂ. അതിനകത്ത് എന്താ പറയുന്ന? എ കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ്. നമ്മൾ മുകളിൽ പറഞ്ഞില്ലായിരുന്നോ? മുകളിൽ പറഞ്ഞ ഒന്നിലധികം മെത്തേഡ്സുകൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. അതായത് സംയോജിപ്പിച്ച് നടത്തുന്ന
ഷെയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. മുകളിൽ പറഞ്ഞ ഒന്നിലധികം മെത്തേഡ്സുകൾ സംയോജിപ്പിച്ച് അതായത് കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഷെയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തെന്ന് പറയുക, കോമ്പോസിറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുന്നു പറഞ്ഞില്ലല്ലോ, ആ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഓരോന്നോരോന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ. അത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. ആദ്യം പറയാൻ പോകുന്നത് ഇതാണ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. നമ്മുടെ ഈ ലിസ്റ്റിനകത്ത് ആദ്യം കിടക്കുന്നത് പബ്ലിക് ഇഷ്യൂ ആണല്ലോ, പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ആരാണ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്, this is a sale of shares or bonds to pre-selected investors. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റ് എന്താ പറയുന്നത്, ആരൊക്കെയാണ് വരുന്നത് ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഓർ വെൽത്തി ഇൻഡിവിജ്വൽസ്, ഇൻസെറ്റ് ഓഫ് ദി ജനറൽ പബ്ലിക്. അപ്പൊ എന്താ പറയുന്നത്, this is a sale of shares or bonds to pre-selected investors, inset of the general public. അപ്പൊ എന്താ പറയുന്നത്, പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് പകരം, ഇൻസെറ്റിന്റെ അർത്ഥം എന്താണ്, പകരം അല്ലെ, പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് പകരം നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ് ആരൊക്കെയാണ്, ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, വെൽത്ത് ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞ്, പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് പകരം ബാങ്കുകള്, മ്യൂച്വൽ ഫണ്ടുകള് അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ അല്ലെ, എന്തോ വെൽത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാല് സമ്പന്നരായ വ്യക്തികൾ എന്നിങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച ഇൻവെസ്റ്റർക്ക് ഷെയറുകളോ ബോണ്ടുകളോ വിൽക്കുന്ന രീതിയാണിത്. അപ്പൊ എന്താ പറഞ്ഞു, പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിന് പകരം ബാങ്കുകള്, മ്യൂച്വൽ ഫണ്ടുകള്, സമ്പന്നരായ വ്യക്തികള് എന്നിങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളുള്ള ആൾക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച ഇൻവെസ്റ്റർക്ക് ഷെയറുകളോ ബോണ്ടുകളോ വിൽക്കുന്ന മെത്തേഡാണിത്. എന്താന്ന് പറയുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഓക്കെ ആണല്ലോ. ഇനി അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞതാണ്, ലക്ഷ്യം, often used by startups needed quick funds or companies not yet ready for an IPO. എന്താണ് IPO എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇനിഷ്യൽ പബ്ലിക് ഓഫർ അല്ലെ. അപ്പൊ എന്താ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല്, often used by startups needing quick funds or companies not yet ready for an IPO. അതായത് പെട്ടെന്ന് പണം ആവശ്യമുള്ള സ്റ്റാർട്ടപ്പുകൾക്കോ അല്ലെങ്കിൽ ഒരു IPO നടത്താൻ തയ്യാറെടുക്കാത്ത കമ്പനികൾക്കോ വേണ്ടിയാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രൈവറ്റ് പ്ലേസ്മെന്റിലെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞതാണ്, പർപ്പസ് എന്ന് പറഞ്ഞതാണ്, പെട്ടെന്ന് പണം ആവശ്യമുള്ള സ്റ്റാർട്ടപ്പുകൾക്കോ അല്ലെങ്കിൽ ഒരു IPO നടത്താൻ തയ്യാറെടുക്കാത്ത കമ്പനികൾക്കോ വേണ്ടിയാണ് ഇത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ സ്ട്രക്ചർ അതായത് ഘടന എന്ന് പറയുന്നത്, a portion of issued capital may be reserved for private placement while the rest goes to a public issue. A portion of issued capital may be reserved for private placement while the rest goes to a public issue. അതായത് ആകെ പുറപ്പെടുവിക്കുന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം പ്രൈവറ്റ് പ്ലേസ്മെന്റിനായി മാറ്റിവെക്കുകയും ബാക്കിയുള്ളവ പബ്ലിക് ഇഷ്യൂയിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യാം. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്താണ്, ആകെ പുറപ്പെടുവിക്കുന്ന ക്യാപിറ്റലിന്റെ ഒരു ഭാഗം പ്രൈവറ്റ് പ്ലേസ്മെന്റിനായി മാറ്റിവെക്കുകയും ബാക്കി വരുന്നിട്ടുള്ള പബ്ലിക് ഇഷ്യൂയുടെ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാം, നൽകുകയും ചെയ്യാമെന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയാവുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും 3 എണ്ണമാണ് വരുന്നത്. എന്തൊക്കെയാണ്, പ്രിഫറൻഷ്യൽ ഇഷ്യൂ, രണ്ടെന്താണ്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് QIP. തേർഡ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് പ്രോഗ്രാം, അതിന്റെ ഷോർട്ട് ഫോം ആണ് ITP. ഇത് നമുക്ക് ഓരോന്ന് എന്താ നോക്കാം. ഒന്നെന്താണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ അല്ലെ. എന്താണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, when a publicly listed company allows share to a specific group on a preferential basis. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രൂപ്പ് എന്ന് അവിടെ ആരാ ലൈക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും അല്ലെ. അപ്പോൾ എന്താ പറയുക, when a publicly listed company allows shares to a specific group
like venture capitalist or individuals on a preferential basis. അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്കോ പ്രത്യേക വ്യക്തികൾക്കോ മുൻഗണനാ അടിസ്ഥാനത്തിൽ ഷെയറുകൾ അനുവദിച്ച് നൽകുന്ന മെത്തേഡാണിത്. അപ്പോൾ എന്താണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്കോ പ്രത്യേക വ്യക്തികൾക്കോ മുൻഗണനാ അടിസ്ഥാനത്തിൽ ഷെയറുകൾ അനുവദിച്ച് നൽകുന്ന മെത്തേഡാണിത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും സുഹൃത്തായിക്കോട്ടെ, നമുക്കത് വെച്ച് പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടെന്ന് കരുതുക. ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പണം വേണം. നിങ്ങൾ പുറത്തുള്ള ആരെയും വിളിക്കാതെ പണ്ട് മുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബിസിനസ് പങ്കാളിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിശ്വാസമുള്ള ഒരു വലിയ നിക്ഷേപകനോ മാത്രം ഷെയറുകൾ നൽകുന്നു. എല്ലാവർക്കും നൽകാതെ ഒരാൾക്ക് മാത്രം പ്രിഫറൻസ് നൽകി ഷെയർ വിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുക, പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടെന്ന് കരുതുക. ബിസിനസ് വിപുലീകരിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പണം വേണം. നിങ്ങൾ പുറത്തുള്ള ആരെയും വിളിക്കാതെ പണ്ട് മുതൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബിസിനസ് പങ്കാളിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിശ്വാസമുള്ള ഒരു നിക്ഷേപകനോ, അതാണല്ലോ സപ്പോർട്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മാത്രം ഓഹരികൾ നൽകുന്നു. എല്ലാവർക്കും നൽകാതെ ഒരാൾക്ക് മാത്രം പ്രിഫറൻസ് നൽകി ഷെയർ വിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുക, പ്രിഫറൻഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടെന്താണ് QIP, അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന് പറയും. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, എ ലിസ്റ്റഡ് കമ്പനി ഇഷ്യൂസ് equity shares or non-convertible securities specifically to qualified institutional buyers. അതിന്റെ ഷോർട്ട് ഫോം ആണ് QIPs, like mutual funds, insurers or pension funds to raise capital. അപ്പോൾ എന്താ പറയുന്നത്, എ ലിസ്റ്റഡ് കമ്പനി ഇഷ്യൂസ് ഈക്വിറ്റി ഷെയർസ് ഓർ നോൺ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് സ്പെസിഫിക്കലി ടു ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് ഓർ പെൻഷൻ ഫണ്ട്സ് ടു റൈസ് ക്യാപിറ്റൽ. അതായത് ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി ക്യാപിറ്റൽ റൈസ് ചെയ്യാനായി മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, പെൻഷൻ ഫണ്ടുകൾ തുടങ്ങിയ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് QIPs, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് മാത്രമായി ഷെയറുകളോ സെക്യൂരിറ്റികളോ നൽകുന്ന പ്രോസസ്സാണിത്. അപ്പോൾ എന്താ പറയുക, ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി ക്യാപിറ്റൽ റൈസ് ചെയ്യാനായി മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, പെൻഷൻ ഫണ്ടുകൾ തുടങ്ങിയ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് മാത്രമായിട്ട് ഷെയറുകളോ സെക്യൂരിറ്റികളോ നൽകുന്ന പ്രോസസ്സാണിത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ വലിയ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ വെച്ച് നോക്കാം. ഒരു വലിയ ഹോസ്പിറ്റൽ ശൃംഖലയ്ക്ക് പുതിയ 5 ഹോസ്പിറ്റലുകൾ തുടങ്ങാൻ 1000 കോടി രൂപ വേണം. അവർ ഓരോ സാധാരണക്കാരൻ്റെയും അടുത്ത് പോയി 1000 രൂപയും 2000 രൂപയും ചോദിക്കുന്ന പകരം വലിയ പണപ്പെട്ടികളുള്ള HDFC മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ LIC പോലുള്ള സ്ഥാപനങ്ങളെ കാണുന്നു. ഞങ്ങൾക്ക് പണം തരൂ, പകരമായി ഞങ്ങളുടെ കമ്പനിയുടെ വലിയൊരു ഭാഗം ഷെയറുകൾ നിങ്ങൾക്ക് തരാം എന്ന് അവർ കരാറിൽ ഏർപ്പെടുന്നു. പണം കൈമാറുന്നത് വലിയ സ്ഥാപനങ്ങൾ തമ്മിലായതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, QIP എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണക്കാരനും ഈ 1000 രൂപ 2000 കളക്ട് ചെയ്യുന്ന പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ HDFC പോലുള്ള മ്യൂച്വൽ ഫണ്ടുകളോ LIC പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യും, നമ്മൾ നേരിട്ട് പോയി കാണും. എന്നിട്ട് നമ്മൾ അവിടുത്തെ എന്ത് പറയും, പണം തരാൻ പറയും അല്ലേ. പകരമായിട്ട് നമ്മൾ ചെയ്യണം, കമ്പനിയുടെ വലിയൊരു ഭാഗം എന്ത് ചെയ്യും, ഷെയറുകൾ കൊടുക്കാമെന്ന് നമ്മൾ പറയും. മനസ്സിലായോ? എന്നിട്ട് അവരെന്ത് ചെയ്യും, കരാറിൽ ഏർപ്പെടുന്നു. പണം കൈമാറുന്നത് വലിയ സ്ഥാപനങ്ങൾ തമ്മിലായതുകൊണ്ട് ഇതിനെയാണ് നമ്മളെന്ത് പറയുക, QIP എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത പറയുന്നത് മൂന്നാമത്തെയാണ് IPP. എന്താണ് IPP എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് പ്രോഗ്രാം. അതിനകത്ത് എന്താ പറയുക, ഷെയർസ് ആർ അലോട്ടഡ് ഓൺലി ടു QIPs. QIPs നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്.
to help the company achieve the required minimum public shareholding. This can involve a follow-on offer or an offer for sale. Offer for sale short form ആണ് OFC by promoters. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? Shares are allotted only to QIPs to help the company achieve the required minimum public shareholding. This can involve a follow-on offer or an offer for sale by promoters. എന്തോ പറഞ്ഞിരിക്കുന്ന കമ്പനിയിൽ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിങ്, അതായത് പൊതുജനങ്ങളുടെ കൈവശം വേണ്ട കുറഞ്ഞ ഷെയർ വിഹിതം. കമ്പനിയിൽ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിങ് ഉറപ്പാക്കുന്നതിനായി QIBകൾക്ക് മാത്രം ഷെയറുകൾ നൽകുന്ന മെത്തേഡാണിത്. കമ്പനിയിൽ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉറപ്പിക്കുന്നതിനായി QIBകൾക്ക് മാത്രം ഷെയറുകൾ നൽകുന്ന പ്രോസസ്സാണിത്. ഇതിൽ പ്രമോട്ടർമാർ തങ്ങളുടെ കൈവശമുള്ള ഷെയറുകൾ വിൽക്കുന്ന ഓഫർ ഫോർ സെയിൽ, അതാണ് OFS എന്ന് പറയുന്നത്, ആ രീതിയും ഉൾപ്പെടുത്താം. പ്രമോട്ടർമാർ തങ്ങളുടെ കൈവശമുള്ള ഷെയറുകൾ വിൽക്കുന്ന മെത്തേഡുകളും ഇതിൽ ഉൾപ്പെടാം എന്നതാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IPP എന്ന് പറയുന്നത് ലീഗൽ കംപ്ലൈൻസ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. IPPയുടെ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം, ലീഗൽ കംപ്ലൈൻസ് ആയിട്ടാണ് പറയുന്നത്. അതെന്താ നോക്കിയാൽ, സർക്കാർ അതായത് ഗവൺമെൻറ് നിയമപ്രകാരം ഒരു കോളേജ് ഗ്രൗണ്ടിൻ്റെ 25% സ്ഥലമെങ്കിലും പൊതുജനങ്ങൾക്ക് നടക്കാൻ വിട്ടുകൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ലീഗൽ കംപ്ലൈൻസ് വെച്ചാണ് ഈ IPP നമ്മൾ എക്സാമ്പിൾ പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, ഗവൺമെൻറ് നിയമപ്രകാരം ഒരു കോളേജ് ഗ്രൗണ്ടിൻ്റെ 25% സ്ഥലമെങ്കിലും പൊതുജനങ്ങൾക്ക് നടക്കാൻ വിട്ടുകൊടുക്കണമെന്ന് വിചാരിക്കുക. എന്നാൽ നിലവിൽ കോളേജ് ഓണർ ആ ഗ്രൗണ്ട് മുഴുവൻ സ്വന്തമായി ഉപയോഗിക്കുകയാണ്. നിലവിൽ കോളേജ് ഓണർ ആ ഗ്രൗണ്ട് മുഴുവൻ സ്വന്തമായി ഉപയോഗിക്കുകയാണ്. നിയമം ലംഘിക്കാതിരിക്കാൻ ഓണർ ആ 25% സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് ഏതെങ്കിലും ട്രസ്റ്റുകൾക്കോ വൻകിട ഏജൻസികൾക്കോ കൈമാറുന്നുണ്ട്. കണ്ടോ? അപ്പം എന്താ പറയുന്നത്, നിയമം ലംഘിക്കാതിരിക്കാൻ ഓണർ ആ പറഞ്ഞ 25% സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥാവകാശം ഏതെങ്കിലും ട്രസ്റ്റുകൾക്കോ വൻകിട ഏജൻസികൾക്കോ കൈമാറുന്നു. ഇതുപോലെ ഒരു കമ്പനിയുടെ പ്രമോട്ടേഴ്സ് കയ്യിൽ 90% ഷെയറുകൾ ഉണ്ടെങ്കിൽ നിയമപ്രകാരം അത് 75% കുറയ്ക്കണം. ബാക്കി വരുന്ന 15% ഷെയറുകൾ പെട്ടെന്ന് തന്നെ ബാങ്കുകൾക്കോ മ്യൂച്വൽ ഫണ്ടുകൾക്കോ വിറ്റ് നിയമം പാലിക്കുന്ന രീതിയാണ് എന്തെന്ന് പറഞ്ഞത് IPP എന്ന് പറയുന്നത്. എന്താണ് IPP മീൻസ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ എന്ത് പറഞ്ഞ്, ഒരു കമ്പനിയുടെ പ്രമോട്ടേഴ്സ് കയ്യിൽ 90% ഷെയറുകൾ ഉണ്ടെങ്കിൽ നിയമപ്രകാരം അതെന്ത് ചെയ്യണം, 75% കുറയ്ക്കണം. ബാക്കി വരുന്ന 15% ഷെയറുകൾ പെട്ടെന്ന് തന്നെ ബാങ്കുകൾക്കോ മ്യൂച്വൽ ഫണ്ടുകൾക്കോ വിറ്റ് നിയമം പാലിക്കുന്ന രീതിയാണ് IPP എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ പറഞ്ഞ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ 3 പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. ഒന്നെന്താണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ, രണ്ടെന്താണ് QIP, മൂന്നെന്താണ് IPP അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 3 മെത്തേഡ്സ് ഒന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പ്രിഫറൻഷ്യൽ എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമുള്ള വ്യക്തിക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ, അതാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. QIP എന്ന് പറഞ്ഞിട്ടാണ് വലിയ ഫണ്ട് വേണം, അതുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. IPP എന്ന് പറഞ്ഞിട്ടാണ് നിയമം പാലിക്കണം, അതുകൊണ്ട് ഷെയറിൻ്റെ വിഹിതം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഇതാണ് 3 പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ.